നശിച്ചിട്ടും പിന്നെ നമ്മോലെ നാലേല് മീശ കറുത്തിട്ടും നാലേല് ആശ നശിച്ചിട്ടും നാലേല് പിന്നെ നമ്മോലെ നാലേല് ഉത്തര പേപ്പറിൽ വലിയൊരു കുമ്പളം പിന്നെ മണ്ടനു സമ്മാനം. എല്ലാവരും ജയിച്ചു. വീണ്ടും ഈ നമ്പോലെ മാത്രം തോറ്റു. അതെ, എല്ലാവരും ജയിച്ചു. വീണ്ടും ഈ നമ്പോലെ മാത്രം തോറ്റു. എടാ, റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. ഞാനോ? നീയും ജയിച്ചു. ഞങ്ങളോ? എടാ, റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. ഞാനോ? നീയും ജയിച്ചു. ഞങ്ങളോ? നിങ്ങളും ജയിച്ചു. പക്ഷേ മണ്ടൻ നമ്പോലൻ മാത്രം തോറ്റു. ഞാനും ജയിച്ചിട്ടും നീയും ജയിച്ചിട്ടും പിന്നെ നമ്പോലൻ നാലേല് മീശ കറുത്തിട്ടും നാലേല് ആശ നശിച്ചിട്ടും നാലേല് പിന്നെ നമ്പോലൻ നാലേല് ഉത്തര പേപ്പറിൽ വലിയൊരു കുമ്പളം പിന്നെ മണ്ടനു സമ്മാനം. എല്ലാവരും ജയിച്ചു. വീണ്ടും ഈ നമ്പോലെ മാത്രം തോറ്റു. അതെ, എല്ലാവരും ജയിച്ചു. വീണ്ടും ഈ നമ്പോലെ മാത്രം തോറ്റു. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ മണ്ടന് കിട്ടിയത് വലിയൊരു കുമ്പളം. ഊഷ്മാവ് അളക്കുന്ന യന്ത്രം എന്തെന്ന് ചോദിച്ചപ്പോൾ ഈ മണ്ടന് എഴുതിയത് എന്താണെന്നറിയൂ? ഊഷ്മാവ് അളക്കുന്ന യന്ത്രം ചട്ടുകമാണത്രേ. ഉപ്പുമാവ് ഇളക്കുന്ന ഉപകരണം എന്ന് വായിച്ചാൽ പിന്നെ ചട്ടുകം തന്നെയല്ലേ ഉത്തരം കൂട്ടരെ? അയ്യേ കൂയ് ചട്ടുകം, അയ്യേ കൂയ് ചട്ടുകം. നാശങ്ങൾ. കണ്ടോ, മണ്ടൻ നമ്പോലന് മൂക്കത്ത് ചുണ്ടി, തലയിൽ നിറയെ ചളിയാ. ശരിയാ, രണ്ടും രണ്ടും 4 എന്നറിയാത്ത നമ്പോലന് എങ്ങനെയാ ജയിക്കുക? പഠിക്കേണ്ട നേരത്ത് ഫോൺ കണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ ജയിക്കുക? ആ, വീട്ടിൽ പോകാം. ജയിച്ചാൽ സൈക്കിൾ വാങ്ങി തരാമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. അസത്തുക്കൾ. എന്തായിരുന്നു ഒരു തമാശയും ചിരിയും? അതൊക്കെ കേട്ട് നിങ്ങളും ചിരിച്ചിട്ടുണ്ടാവും. ഈ നമ്പോലെ മണ്ടനാ, സമ്മതിച്ചു. എനിക്കും ഇവരെ പോലെ പഠിച്ച് ജയിക്കണമെന്ന ആശയില്ലായിട്ടല്ല. ഇവരെ പോലെ പഠിച്ച് പെരയിൽ ചടഞ്ഞിരുന്നാൽ എൻ്റെ വീട്ടിലെ അടുപ്പ് പുകയില്ലല്ലോ. അമ്മയെ അനിയത്തിയെയും പട്ടിണിക്കിട്ട് നമ്പോലിന് പഠിക്കുകയും ജയിക്കുകയും വേണ്ട. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. മാഷേ, ഒരു കഥ പറഞ്ഞു തരാമോ? കഥയോ? കഥയിൽ എന്തിരിക്കുന്നു? കുട്ടികളെ, ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം. ഈ പാട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റുപാടുകയും വേണം. ഒന്നാനാം കിളി, രണ്ടാനാം കിളി, മൂന്നാനാം കിളി കൊമ്പിന്മേൽ, ഒന്നാനാം കിളി, രണ്ടാനാം കിളി, മൂന്നാനാം കിളി കൊമ്പിന്മേൽ, മുട്ടാളനൊരു വേട്ടക്കാരൻ ഇന്നലെ അതുവഴി വന്നപ്പോൾ, മുട്ടാളനൊരു വേട്ടക്കാരൻ ഇന്നലെ അതുവഴി വന്നപ്പോൾ, കിളികളിലൊന്നിനെ എഴുതി വീഴ്ത്തി ശേഷം കൊമ്പിൽ എത്ര കിളി. കിളികളിലൊന്നിനെ എഴുതി വീഴ്ത്തിയ ശേഷം കൊമ്പിൽ എത്ര കിളി. കിട്ടി മാഷേ, എനിക്കും കിട്ടി മാഷേ. കിട്ടിപ്പോയി. ഇതൊരു കുസൃതി ചോദ്യമാണ്. എന്താ നമ്പോല നിനക്കും കിട്ടിയ ഉത്തരം? അതേ മാഷേ, എന്നാൽ അത് മുട്ടനൊരു മണ്ടത്തരമായിരിക്കും. താൻ പറയണോ നമ്പോല? 3 കിളികളിൽ ഒന്നിനെ എഴുതി വീഴ്ത്തിയാൽ ബാക്കി 2 കിളികൾ ഉണ്ടാവും മാഷേ. തെറ്റിപ്പോയി. ഒരു കിളിയെ അമ്പെയ്താൽ മറ്റു കിളികൾ പറന്നു പോകില്ലടാ മണ്ട നമ്പോല. അല്ല മാഷേ, ബാക്കി 2 കിളികൾ കൊമ്പിലുണ്ടാവും. അയ്യേ മണ്ടൻ. പണ്ട് ലുംബിനി എന്ന രാജ്യത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. എല്ലാവർക്കും രാജകുമാരനെ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് അവനെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ലായിരുന്നു. അച്ഛൻ അവനെ മടിയിലിരുത്തി ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മകൻ ലോകത്തിലെ കഷ്ടപ്പാടുകൾ അറിയാതിരിക്കാൻ സ്നേഹാനിധിയായ അച്ഛൻ എന്നും ആഗ്രഹിച്ചു. എന്താ മോനെ നീ കിനാവ് കാണാ? ആ സിദ്ധാർത്ഥൻ ചെയ്തത് തെറ്റ് തന്നെയാ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അച്ഛനെയും അമ്മയെ ഉപേക്ഷിച്ച് പോവുക വേണ്ടിയിരുന്നില്ല. നീ എന്തൊക്കെയാ ഈ പറയണത്? ഇന്ന് ഒരു പൂട്ട് ചില്ലിയെ അടിക്കാൻ കഴിഞ്ഞുള്ളൂ. സ്കൂൾ താമസിച്ചാ വിട്ടത്. അതൊന്നും സാരമില്ല, നീ പഠിച്ചോ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പോഷകാഹാരങ്ങൾ അത്യാവശ്യമാണ്.
പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ എന്നും കഴിക്കേണ്ടതുണ്ട്. മാംസം, പാല്, ഇലക്കറി, മുട്ട, പഴങ്ങൾ. എടി മാളു, അമ്മ വേഗം അകത്തേക്ക് പോയിക്കോ. എവിടെ പോയടാ നിന്റെ തള്ള? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഓ, ഒരു പഠിപ്പിക്കാരൻ പഠിച്ചു വലിയ കളക്ടർ ആവാൻ പോവുകയല്ലേ? എടി ഇറങ്ങി വാടി ഒരുമ്പെട്ടോളെ, നിന്നെ കൊന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിനക്കെന്താടി വിളി കേട്ടൂടടി? ഒന്നുകളെ ഞാൻ. ഈ നമ്പോല ഇനിയും പോയില്ലേ? നമ്പോല. വേട്ടക്കാരൻ തള്ളക്കിളിയെ കൊല്ലുമോ മാഷേ? നീ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുക. തള്ളക്കിളിയെ കൊന്നാൽ ബാക്കി 2 കിളികൾ കൊമ്പിലുണ്ടാവും മാഷേ. ഈ നമ്പോലന് കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒരു കിളിയെ വെടിവെക്കുമ്പോൾ മറ്റു കിളികൾ പറന്നു പോവില്ലേ നമ്പോല? ഇല്ല മാഷേ, ആ 2 കിളികൾ ചിറക് മുളക്കാത്ത കുഞ്ഞിക്കിളികളായിരുന്നു, എന്നെയും അനിയത്തിയെയും പോലെ. തള്ളക്കിളിയെ ആ ദുഷ്ടൻ കൊന്നു കളഞ്ഞാൽ പറക്കാൻ മുറ്റാത്ത ആ കിളിക്കുഞ്ഞുങ്ങൾ എങ്ങോട്ടാ പോവാ മാഷേ? എന്താ ഇത് നമ്പോല? പറക്കാൻ കഴിയുന്നവരെ കുറിച്ച് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. പറക്കാൻ കഴിയാത്ത ഞങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ നമ്പോല.